അതിനുശേഷം അവർക്ക് ചാൻസായി കൂടാൻ. അതാ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ, എല്ലാവരും ഒട്ടാണോ? എന്ത് ഒട്ടാന്ന്? എല്ലാവരും ഐക്യപ്പെടണം, മുസ്ലിം സൗഹാർദ്ദം വേണം. എവിടെ സഹോദരങ്ങളെ സലഫികളെ നമ്മൾ മുസ്ലിം എന്ന് അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുക, മനസ്സിന് കൈവച്ചിട്ട് ചിന്തിക്കുക സഹോദരങ്ങളെ. കുറെ സുന്നികളും കൂടി അതിൽ പോയി കൂടി. സൗഹാർദ്ദം, ഐക്യം, മുസ്ലിം ഐക്യം. സഹോദരങ്ങളെ, മുസ്ലിം ഐക്യമാകണമെങ്കിൽ മഹാനായ ഖമറുൽ ഉലമ എ പി ഉസ്താദ് പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളെ, സുന്നികളെ മുസ്ലിമാണെന്ന് അംഗീകരിക്കണം. ഇവിടെയുള്ള സലഫികൾ, ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി, ഇവിടെയുള്ള തബ്ലീഗ്, ഇവിടെയുള്ള തീവ്രവാദികൾ തന്നെയും സുന്നികളെ മുസ്ലിം അംഗീകരിക്കുന്നില്ല. മംഗലാപുരത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ സലഫി നേതാക്കന്മാരോട് ചോദിക്കുക, ഇവിടെയുള്ള സുന്നികൾ മുസ്ലിമാണോ? ഉറൂസ് കഴിക്കുന്ന മുസ്ലിം, ഔലിയാക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഇസ്തിഹാസ നടത്തുന്ന മുസ്ലിം, ഖുത്ബിയത്ത് നടത്തുന്ന മുസ്ലിം, റാത്തീബ് നടത്തുന്ന മുസ്ലിം, മൻഖൂസ് മൗലിദ് കഴിക്കുന്ന മുസ്ലിം, മദ്രി തങ്ങളുടെ അടുക്കൽ പോകുന്ന മുസ്ലിം, മമ്പറത്തുപ്പാപ്പിന്റെ അടുക്കൽ പോകുന്ന മുസ്ലിം, അജ്മീർ ശൈഖിന്റെ അടുക്കൽ, ചിസ്തി തങ്ങളുടെ അടുക്കൽ പോകുന്ന മുസ്ലിം, സുന്നി അവർ മുസ്ലിമാണോ എന്നിവിടുത്തെ സലഫിയോട് ചോദിച്ചാൽ സലഫി മറുപടി പറയും, അവർ കാഫിർ എന്ന് മാത്രമല്ല മക്ക കുഫാറുകളെക്കാൾ കടുത്ത കാഫിറാണ്. ആ സലഫിന്റെ കൂടെ നമ്മ പോയിട്ടിരിക്കുന്നത് സൗഹാർദ്ദം. ആദ്യമായി മുസ്ലിമീങ്ങൾ സുന്നികൾ മുസ്ലിമാണെന്ന് അംഗീകരിക്കണം സഹോദരങ്ങളെ. സുന്നികൾ മുസ്ലിമാണെന്ന് അംഗീകരിച്ചാൽ പോരാ, അവർ ലെറ്റർ പാഡിൽ എഴുതി തരണം. സലഫിന്റെ ലെറ്റർ പാഡിൽ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള എല്ലാ സുന്നികളും മുസ്ലിമാണ്. ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ എഴുതി തരിക, ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള എല്ലാ സുന്നികളും മുസ്ലിമാണ്. എന്നാ പിന്നെ നോക്കാം. അതല്ലാണ്ട് ഞമ്മ കാഫിർ, മക്കാമിന്റെ അടുക്കൽ പോകുന്ന ആള് കാഫിർ, കുത്തുബിയത്ത് കഴിക്കുന്ന ആള് കാഫിർ. കാഫിർ സൗഹാർദ്ദ വേദിക്ക്, മുസ്ലിം സൗഹാർദ്ദ വേദിക്ക്. എന്ത് സൗഹാർദ്ദ വേദിക്ക്? മുസ്ലിം സൗഹാർദ്ദ വേദിക്ക് വേണം. എല്ലാവരും ഒട്ടാണ്, എല്ലാവരും ഒട്ടാണ്. ആരും ഒട്ടാക്കുന്നത്? ഈ കുത്തുബിയത്ത് കഴിക്കുന്ന മുസ്ലിമിനെ, കുത്തുബിയത്ത് കഴിക്കുന്ന മുസ്ലിം, ഇസ്തിഹാസ നടത്തുന്ന മുസ്ലിം, മൻഖൂസ് മൗലിദ് നടത്തുന്ന മുസ്ലിം കാഫിർ എന്നല്ലേ? ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദബ് ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ വരിയുള്ള മൻഖൂസ് മൗലിദ് ഓതുന്ന സുന്നി കാഫിറാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, ഇവിടുത്തെ സലഫി പറയുന്നത്. നമ്മള് ജിദ്ദയിൽ കുറച്ച് നമ്മളെ പ്രവർത്തകന്മാരുണ്ട്. ജിദ്ദയിൽ റഹീൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് തീവ്രവാദികൾ വന്നിട്ട് പ്രവർത്തകന്മാരോടെല്ലാം പറഞ്ഞ് നമ്മൾ അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, ഗുജറാത്തിൽ അങ്ങനെയുണ്ട്, ഇവിടെയുണ്ട്, അങ്ങനെയുണ്ട്, നമ്മളെല്ലാം ഒന്നാകണോ, നിങ്ങൾക്ക് നമ്മൾ ആള് വരുന്നു പ്രസംഗിക്കാൻ. അതിലൊരു നല്ല ബുദ്ധിയുള്ളൊരു ചെക്കൻ ഉണ്ടായി, പേരോട് ഉസ്താദിന്റെ പ്രസംഗമെല്ലാം കേൾക്കുന്ന ഒരു ചെക്കൻ. ആ ചെക്കൻ പറഞ്ഞു, ആ ഓക്കെ, നിങ്ങൾ വരും, തീവ്രവാദികളെല്ലാം വരും, നമുക്ക് കൂടാം. പക്ഷേ നിങ്ങളെ കൂട്ടത്തിൽ സലഫി ഉണ്ടല്ലേ? ആ ഞങ്ങളെല്ലാം ഒട്ടു, സലഫി ജമാഅത്ത് ഇസ്ലാമി എല്ലാവരും ഒട്ടുക. ആ ഒട്ടുക, അത് സാരമില്ല, നിങ്ങൾ ഒട്ടുക എന്നോളി. ആ സലഫിന്റെ നിങ്ങൾ കേൾക്കണം, ഞങ്ങൾ മുസ്ലിം കാഫിറാണ്. ആ സലഫി ഞങ്ങളെ മുസ്ലിം ഒന്ന് ഓക്കെ തന്നാൽ നാളെ ഇവിടെ കമ്മിറ്റി ആക്കുക. അങ്ങനെ പോയാൾ പിന്നെ വന്നിട്ടില്ല. റഹീൽക്ക് എന്തേ സലഫിനോട് പോയിട്ട് ഓർ കേട്ട്, അല്ല ഞമ്മ എല്ലാം ഒട്ടുകാക്കിയിട്ട് ഇപ്പൊ തീവ്രവാദി ഗ്രൂപ്പ് എല്ലാം ഇവിടെ കമ്മിറ്റി എല്ലാം ആക്കും ഞങ്ങൾ പോകുന്നു. റഹീലിന് ഒരു ചെറുക്ക ഒരു ക്വസ്റ്റ്യൻ ഇട്ട, എന്ത് നിങ്ങളെ കൂട്ടത്തിലുള്ള സലഫിനോട് കേൾക്കണോ ഞങ്ങൾ മുസ്ലിമ കാഫിറാന്ന്. അപ്പൊ സലഫിയല്ലി ആരി അവണ, അവന്റെ റൂമിൽ എപ്പോഴും റാത്തിബുണ്ട്, സലാത്തുണ്ട്, അദ്ദാദുണ്ട്, അവന് കാഫിർ. അപ്പം പറഞ്ഞു ഇത് നടക്കുന്ന വിഷയമല്ല. അവർ പിന്നെ വന്നിട്ടേ ഇല്ല. സഹോദരങ്ങളെ, ഇതാണ് വഞ്ചന, ചതി. ഒരുത്തിന് പൈസ കൊടുപ്പിക്കുക, പ്രസംഗിപ്പിക്കുക, എന്നിട്ട് ഓർക്ക് ഒട്ടത്തുമ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ജാഗ്രതരാകണം. പ്രത്യേകിച്ച് SSFന്റെ പ്രവർത്തകന്മാർ. നമ്മളൊന്നും അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. നമ്മൾ നേതാക്കന്മാരാകുന്ന ഖമറുൽ ഉലമ, നൂറുൽ ഉലമ തുടങ്ങിയ മഹാരഥന്മാർ, മഹാനരായ ശൈഖുന താജുൽ ഉലമ, അള്ളാഹു ദർജകൾ ഉയർത്തി കൊടുക്കുമാരാകട്ടെ, അവരാണ് നമ്മളെ മാർഗനിർദ്ദേശകന്മാർ. എന്തിനാണ് താജുൽ ഉലമ സമസ്തയിൽ നിന്ന് ഇറങ്ങി വന്നത്? ഇതേ പ്രശ്നത്തിന് വേണ്ടി. അഖ്ലാഖിൽ ഒരു പാഠമുണ്ടായിരുന്നു. സലഫിക്ക് ജമാഅത്ത്, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗുകൾക്ക് സലാം പറയാൻ പാടില്ല. അഖ്ലാഖിൽ ഒരു പാഠമുണ്ടായിരുന്നു. സമസ്തന്റെ ഉള്ളിൽ വല്ല രണ്ടാളെ പിടിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി. ശംസുൽ ഉലമ അറിയില്ല, കണ്ണീത്ത് ഉസ്താദ് അറിയില്ല. സഹോദരങ്ങൾ, അതിന്റെ ഉള്ളിൽ വിധേയികളോട് ചങ്ങായിപ്പാടാക്കിയ ചില ആളുകൾ ആ പാഠമൊന്ന് മാറ്റാൻ വേണ്ടി. ഇതിങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാണ്. മുജാഹിദിന് സലാം പറയാൻ പാടില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് സലാം പറയാൻ പാടില്ല, തബ്ലീഗിന് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാതില്ല. ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഒട്ടു നിൽക്കണോ, അവരൊട്ടു നിൽക്കണോ, അത് പ്രശ്നമാണ്.
അപ്പം എല്ലാം പറഞ്ഞ് മുഷാവറയില് നമ്മൾ അഖിലാക്കിന്റെ ഒരു പാഠമെല്ലാം കട്ടാക്കുക. സഹോദരങ്ങള്, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ ഒരാള് പറഞ്ഞ് ലെസൺ പാഠം കട്ടാക്കണ്ട, പിന്നെന്താക്കാ ആ ബുക്കുമെല്ലാം ചെഞ്ചാക്കുക. റമദാൻ കഴിഞ്ഞിട്ട് പുതിയ അധ്യയന വർഷം വരുമ്പോ അഖ്ലാഖില്ലാതെയോ പാഠം ചേഞ്ചാക്കി എന്താവും? അത് മുഫദ്ദിസിന്റെ ജനങ്ങൾ നേരിടും. എന്താ മുഫദ്ദിസ്, ഈ കുറി നിങ്ങൾ പാടെല്ലാം ഒരു പാടന്നെ ചേഞ്ചാക്കി, അപ്പൊ പ്രശ്നം വരും. അപ്പൊ ഒരാൾ പറഞ്ഞ് ബുക്ക് തന്നെ ചേഞ്ചാക്കാം. അപ്പോഴാണ് താജുൽ ഉലമ എണിച്ച് നിന്നിട്ട് പറയുന്നത്, പുസ്തകം മാറ്റാനും വിടൂല, ഒരു പാഠം മാറ്റാനും വിടൂല, അഖ്ലാഖിന്റെ ഒരു ഗരെടുക്കാൻ വിടൂല, ഒരു വരി ചേഞ്ചാക്കാൻ വിടൂല. അങ്ങനെ മൈനോറിറ്റി, നിങ്ങൾ മൈനോറിറ്റി ആണ്, ഞങ്ങൾ മെജോറിറ്റി നോക്കിയിട്ട് പാസ്സാക്കുന്നതിന്, നിങ്ങൾ മെജോറിറ്റി നോക്കിയിട്ട് പാസ്സാക്കി എന്ന് പറഞ്ഞ് താജുൽ ഉലമ ഇറങ്ങി വന്നു 10ഓളം ആളുകൾ. സഹോദരങ്ങളെ, ഐക്യത്തിൽ ഇരിക്കാമായിരുന്നില്ലേ? അതിനു വേണ്ടിയല്ലേ, സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ സഹോദരങ്ങൾ ഇറങ്ങി വന്നത്? അപ്പൊ ചുരുക്കത്തിൽ SSFന്റെ SVSന്റെ പ്രവർത്തകന്മാർ ഇത്തരത്തിലുള്ള വഞ്ചനകളിൽ കുടുങ്ങാൻ പാടില്ല. നമുക്ക് ഐക്യം വേണം. പക്ഷെ നമ്മളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുന്നവരുടെ കൂടെ നമ്മൾക്ക് ഐക്യം വേണം. നമ്മളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കാത്ത സലഫിന്റെ, ജമാഅത്ത് ഇസ്ലാമിന്റെ, തബ്ലീഗിന്റെ തീവ്രവാദികളെ കൂടെ ഒരിക്കലും നമ്മൾക്ക് ഐക്യത്തിന് വേണ്ടി കൂടാൻ പാടില്ല. നമ്മളെ മുസ്ലിമാണെന്ന് അംഗീകരിച്ചാൽ നമുക്ക് ഐക്യം പിന്നാലോചിക്കാം എന്നാണ് നമ്മുടെ നേതാക്കന്മാരുടെ നമ്മളോട് ചെയ്യുന്ന ഉപദേശം. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ നേതാക്കന്മാരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു നമ്മുടെ സംഘടനാ പ്രവർത്തകന് ഇത്തരത്തിലുള്ള വഞ്ചകന്മാരുടെ ഒരൊറ്റ സൗഹാർദ്ദ വേദിക്കയിലും നമ്മൾക്ക് കൂടാൻ പാടില്ല എന്ന് സാന്ദർഭികമായി എന്നെയും നിങ്ങളെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറവെട്ട് കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മദദ് കൊണ്ട്, ഹഖ് കൊണ്ട്, ജാഹ് കൊണ്ട്, കശ്ഫ് കൊണ്ട് അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട്